ശ്രീ ലക്ഷ്മണ പെരുമാൾ, താങ്കൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അത് മനസാക്ഷിയുള്ള മനുഷ്യർക്ക് കണ്ടിരിക്കാൻ കഴിയാത്തതാണ്. ഇവർ എത്രത്തോളം ക്രൂരതയുടെ എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാനേ കഴിയില്ല. ആ കരച്ചിൽ പോലും കേൾപ്പിക്കുന്നില്ല. അത്രത്തോളം കിരാതമാണ്, അത്രത്തോളം സങ്കടമുളവാക്കുന്ന, അത് മൊത്തം കണ്ടിരിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ്. ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ വന്ന് വീട്ടിൽ പറയാത്തത്? ലക്ഷ്മണ പെരുമാൾ, ദൃശ്യങ്ങൾ ഞങ്ങൾ രക്ഷകർത്തായി ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പബ്ലിക് തന്നെ കാണാൻ പറ്റാത്ത ഒരിത് നമ്മൾ എങ്ങനെ അത് കാണാൻ പറ്റും? പിന്നെ അടുത്തത്, ഈ കുട്ടികൾ പറഞ്ഞില്ലെന്നല്ല വേട്, ഇവർ പോയിട്ട് ആകെ 4 മാസമേ ഉള്ളൂ. ഈ സീനിയർ കുട്ടികൾ അവിടെ പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞു. പക്ഷേ നമ്മൾ സാധാരണ ഈ കോളേജിൽ പഠിക്കുമ്പോഴും സാധാരണ സീനിയർ ജൂനിയർ പിള്ളേർ വരുന്നത് ആദ്യമേ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഞാൻ എൻ്റെ കൂട്ടുകാരനെ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പുണ്ടെങ്കിൽ ചോദിക്ക് എന്നേ പരിചയമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവർ പോയി കോളേജിൽ പോവുകയും 3 ദിവസം കൊണ്ട് ഇവർ പരിചയപ്പെടുകയും പിന്നെ നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരാം എല്ലാം അങ്ങനെ പെട്ടു. അങ്ങനെ കഴിഞ്ഞ് ഒരു 10 ദിവസമായി, 5 ദിവസമായി, പിന്നെ ഒരു 100 ചോദിച്ചു, 200 ചോദിച്ചു, 1000 ചോദിച്ചു. അങ്ങനെ കൊടുത്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതായിപ്പോയി. പിന്നെ ഇതായി കഴിയുമ്പോൾ പിന്നെ ഇവർ അവിടുത്തെ രാജാവായിപ്പോൾ സംഭവം എന്തായി പറ്റി? പിന്നെ ഇവർ അവിടുത്തെ രാജാവും പിന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ പിന്നെ സ്റ്റാർട്ടിങ് പറയാൻ നേരത്ത് പിന്നെ വീട്ടിൽ പറയുന്ന പറയുമ്പോഴത്തേക്ക് ഞങ്ങളത് ഇവിടുത്തെ രാജാവ്, ഞങ്ങൾ നിങ്ങളെ വെട്ടിക്കളയും, കുത്തിക്കളയും, നിങ്ങളെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നാവ് കെട്ടുകയും എന്ന് പറഞ്ഞ് ഭീഷണിയായിരുന്നു. അങ്ങനെ ഭീഷണി വന്നപ്പോഴത്തേക്ക് ഇത് പ്രിൻസിപ്പാൾ ഇവർ ആൾറെഡി പോകുന്നത് രാത്രി സമയങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ആരും അറിയുന്നില്ല. അറിയാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ രാത്രി 12 മണിക്കാണ് പോകുന്നത്. രാത്രി 12 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം കിടന്ന് ഉറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ കണക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്കറിയാം ഈ വാതിൽ ഇലയെ കൂടെ തുറക്കാം എന്ന് സീനിയർ കുട്ടികൾക്ക് അറിയാം. അപ്പോൾ ഈ പറയുമ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് ഈ പറയുന്ന വാർഡനും പോവും, ഈ പറയുന്ന വാച്ച്മാൻ സെക്യൂരിറ്റിയും പോവും. അവിടെ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളിൻ്റെ റോളില്ലല്ലോ, ഈ 2 പേരല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഇവർ ഈ സമയമാകുമ്പോൾ അടച്ചു പൂട്ടി പോവും. അപ്പോൾ അവർ ഓർക്കുന്ന കുട്ടികൾ കിടന്നുറങ്ങി, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുക. ഇവർ ഈ സീനിയർ കുട്ടികൾ എന്ത് ചെയ്യും? ഇവർ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പരുവത്തിലാണെങ്കിൽ കൊന്നുകളയിലെന്ന് ആര് കണ്ടു? അങ്ങനെ കൊന്നുകളഞ്ഞ അറിഞ്ഞ കാര്യമുണ്ടോ? അറിയണം. പെരുമാൾ ശ്രീ ലക്ഷ്മണ പെരുമാൾ, ഇവിടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ മൊത്തം യുവമാരെ അടിച്ചു മാറ്റുക, അതല്ലേ? കുട്ടികൾ 1 2 കുട്ടികളാകെ വരണ്ടു പോയി. ഈ പുതിയ പിള്ളേരെ ഇവർക്കൊന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെ വന്ന് 4 മാസമായപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സംഭവം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്നേഹം കൊണ്ടും ശരീരം കൊണ്ടും ഇവർക്ക് ഭയങ്കര ശല്യമായി, ഭീഷണിയായി, വേന ഉള്ളതുകൊണ്ട് ഈ കുട്ടികൾ 3 കുട്ടികളെ ഒരു റൂമിലുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഈ പേരൊന്നും നമുക്കറിയത്തില്ല. ഈ നമ്മൾ വാർത്തയെ വന്നിട്ട് കണ്ട് മാത്രമേ ഉള്ളൂ. വാർത്ത നമ്മൾ എങ്ങനെ അറിയുന്നത്? തിങ്കളാഴ്ച രാവിലെ ഈ സംഭവം നടന്നു, അല്ലെ ഞായറാഴ്ച രാത്രി നടന്നു. നമ്മളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അവിടെ കോളേജിൽ നിന്ന് വിളിച്ച് പറയും, പിന്നെ കോളേജിൽ ടീച്ചർ വിളിച്ച് പറയും. ടീച്ചർ എങ്ങനെ പറയുന്നത്? ഇന്നലെ പിന്നെ ലിബിൻ വിളിച്ചായിരുന്നു, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പം തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ സംശയമായിപ്പോയി. അപ്പം നമ്മൾ വയലൻ്റായിപ്പോയി. പിന്നെ രണ്ടാമത് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ കുട്ടികൾ രാത്രി ഇത് 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 5 ദിവസമല്ല, മാസങ്ങളായിട്ട് ഇവരെ ശല്യം ചെയ്യും. പിന്നെ കോമ്പസ് മുള്ളെടുത്ത് കുത്തുകയും ടോയ്ലറ്റ് കഴുകുന്ന പിന്നെ ഇത് ലിക്വിഡ് എടുത്ത് വായിലൊഴിക്കും. ഇങ്ങനെ ശല്യം കുട്ടികൾ ഇന്നലെ വന്ന് പറയുകയും ഞാനത് പ്രിൻസിപ്പാളിനോട് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു അവർ ആ സെക്കൻഡിൽ തന്നെ സസ്പെൻഡ് ചെയ്തു, പോലീസിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അന്നേരം പറഞ്ഞപ്പോൾ ഈ പ്രിൻസിപ്പൽ സംസാരിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പരാതി പറഞ്ഞില്ല. ഇമാതിരി ഗുണ്ടാപ്പണി കാണിക്കുന്ന ഇവരെ പേടിച്ച് എങ്ങനെയാണ് പരാതി പറയുക? പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. ഈ മാതിരി ഗുണ്ടാപ്പണി കാണിക്കുന്ന യുവമാരെ പേടിച്ച് എങ്ങനെയാണ് പരാതി പറയുക? കുട്ടികൾ പോയി ഇതുപോലെ കുട്ടികൾ പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് കോളേജിൽ ചെല്ലുകയും കോളേജിൽ ചെന്നപ്പോൾ ഇത് തന്നെ പ്രിൻസിപ്പാൾ വാർഡനോട് ചോദിച്ചു. അന്നേരം പറഞ്ഞു കുട്ടികൾ ഇത് പറഞ്ഞില്ല. അപ്പം പിന്നെ പറയുന്നത് കുട്ടികൾ പേടിച്ചിട്ടാണ്. അപ്പം ഞാൻ കുട്ടികളെ കൊണ്ട് സംസാരിച്ച് കുട്ടികൾ പിന്നെ രക്ഷകർത്താവിലൂടെ മിണ്ടാൻ പോലും അവർക്ക് ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ അതിൽ പബ്ലിക് അറിഞ്ഞു. അത് തന്നെയല്ല, മാനസികമായിട്ട് അവർക്ക് ശരീരത്തെ കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം ആകപ്പാടെ ഒരു തകർന്നു പോയി. അതാ സത്യം പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോൾ പോലീസുകാർ ഇതാ പറയുന്നത്, ഞങ്ങളത് കേസെടുത്ത് ഞങ്ങൾ അത് പിന്നെ FIR എഴുതി ഞങ്ങളത് കോടതി തീരുമാനിക്കുന്നു. പക്ഷേ എനിക്കൊന്ന് പറയാനുള്ളത്, ഇത് പലതവണ ഇങ്ങനെ കേരളത്തിൽ തന്നെ നമ്മൾ വാർത്തയെ കൊടുക്കും, ഇത് നാളെ അതങ്ങ് മാഞ്ഞു പോകും. പക്ഷേ ഒരുത്തൻ കുറ്റം ചെയ്താൽ ഈ കുട്ടികളിപ്പം 5 പേര് കുറ്റം ചെയ്തു, അല്ലെ 1 മാസം ശിക്ഷ കഴിച്ചു, 1 മാസം ശിക്ഷയെന്ന് വെളിയിൽ വന്നു, ഈ പറയുന്ന കോളേജ് ബേസ് ഇത് എഴുതും. നമ്മുടെ കുട്ടികൾ നാളെ ഈ പറയുന്ന ഞാൻ ഈ വാർത്ത കൊടുക്കുന്ന നാളെ എനിക്കെന്തുണ്ട്? നാളെ ഇവർ വന്നാൽ എന്നെ കുത്തുകയല്ലേ?
അപ്പം ഞാൻ എന്ത് പറയുന്ന ഈ സർക്കാരോടും ഈ രാഷ്ട്രീയവും നോക്കാതെ മതം നോക്കാതെ ഇവർക്ക് ഇനി മേലാൽ ഒരു സ്കൂളിലോ ഒരു കോളേജിലോ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കാനോ ഇവരെ നോ ഇൽ എന്ന് പറഞ്ഞ് എഴുതി വിടുവാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠമായി പോവും. അത് തന്നെയല്ല ഈ വരുന്ന പിള്ളേരോട് പൈസ പിരിക്കുക. ഇത് നമ്മൾ സ്റ്റേറ്റ് മേഖലയിൽ എല്ലാവർക്കും അറിയാം, 24 എല്ലാ ചാനലുകാർക്കും അറിയാം. സ്റ്റേറ്റ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. കിട്ടുന്ന ശമ്പളം എത്ര ഒരു ദിവസം 200, 300, 400 കിട്ടും. അത് മിച്ചപ്പേ ചെയ്തിട്ടാണ് ഇവിടെ വെള്ളമില്ല ഇതെല്ലാം നമ്മൾ എല്ലാം പൈസ കൊടുത്ത് വെച്ച് ബാക്കിയുള്ള പൈസ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കും, അടുത്ത ജില്ലയിൽ പോയി പഠിപ്പിക്കും, അവരെ ഒരു നിലയ്ക്കാക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഈ കഷ്ടപ്പാട്. എന്നാൽ ഈ കുണ്ടകൾ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ ഇനി ഒരിപ്പോൾ അങ്ങനെ തോട്ട മേഖലയിൽ കഷ്ടപ്പെട്ട് ജോലി എടുത്ത് വീട്ട് മക്കൾക്ക് അയച്ചു കൊടുക്കുന്ന പണമാണ് ഇവന്മാർ അടിച്ചു മാറ്റി കള്ളും കഞ്ചാവും എന്താണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന കൊല്ലാക്കൊലയും ഇവരെ പിടിച്ച് കുത്തുകയോ വെട്ടുകയോ ഇത് ആര് സമ്മാനം പറയും? അതുകൊണ്ട് എനിക്ക് ഈ പറയുന്നത് സർക്കാരിനോട് എൻ്റെ റിക്വസ്റ്റ് ഇത് ഞാൻ ഒരു മിനിറ്റ് സർക്കാരിനോട് എൻ്റെ റിക്വസ്റ്റ് ഇത് അവർക്ക് ന്യായമായ ശിക്ഷ വേയിച്ചു കൊടുത്ത് അവരെ ഇത് ചെയ്യുവാണെങ്കിൽ ഇനി വരുന്ന തലമുറയിലും ഇത് രക്ഷപ്പെടും, അല്ലെ പിള്ളേർ പഠിക്കുമെന്ന് എൻ്റെ ഇത്.